ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കാൻ വന്നത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊന്നും പറയാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് തന്നെ ഇടാമെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ഫേമസ് ടെമ്പിളാണ്. നമ്മളെ ഏരിയയിലല്ല, മഹാലക്ഷ്മി റോഡ് അങ്ങോട്ടാണ്. അപ്പോൾ മെട്രോ വഴിയേ നമുക്ക് പോകാൻ പറ്റുക. ഹായ് ആക്കുന്ന നമ്മളെ പി ജി മേറ്റ് ആണ്, അവരെ കൂടെയാണ് നമ്മൾ പോയത്. നമുക്കിവിടെ വലിയ ഐഡിയ ഇല്ല, ഇവർ കുറച്ചായി ഇവിടെ. അപ്പോൾ അവർക്ക് നല്ല അമ്പലത്തിനെ പറ്റി നല്ല ഐഡിയ ഉണ്ട്. അമ്പലത്തിനെ പറ്റിയിട്ട് മാത്രമേ ഇല്ലൂ കേട്ടോ അവർക്ക് ഐഡിയ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോയിൻ ടൈപ്പാണ്. നമ്മളെ നാട്ടിൽ മറ്റേ പേപ്പർ രീതിയാണ്, അങ്ങനത്തെ സ്കാൻ ചെയ്യേണ്ട നമുക്ക്. പക്ഷേ ഇവിടെ കുറച്ച് വെറൈറ്റിയാണ്, കുറച്ചുകൊണ്ട് ഡെവലപ്പാണ്. ബാംഗ്ലൂർ പൊതുവെ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറാൻ പോലായി. അങ്ങനെ നമുക്ക് വലിയ ഐഡിയ ഇല്ല, എനിക്കും ആളിനും വലിയ ഐഡിയ ഉണ്ടായിട്ട്. അവർക്ക് പിന്നെ അമ്പലത്തിന് പോയോണ്ട് കുറച്ച് ഐഡിയ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു അമ്പലം, ബാംഗ്ലൂർ വന്നപ്പാട് ഫസ്റ്റ് ടൈമാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല കേട്ടോ അമ്പലം. നമ്മൾ വിചാരിച്ചു നമ്മളെ ഏരിയയിൽ നമ്മൾ ജയനഗറാണ്, അപ്പോൾ അവിടെ കുറേ അമ്പലമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ ടൈപ്പ് അമ്പലമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇവിടെ മെട്രോ കഴിഞ്ഞപ്പാട് തന്നെ നമുക്ക് കുറച്ച് നടക്കാനേ ഇല്ല, അമ്പലത്തിലേക്ക് ഡയറക്റ്റ് എത്തും. പിന്നെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പാണ്, യോ ദേവേ കുറേ നടക്കാനുണ്ട്. കുറച്ച് ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ കുറേ നടക്കാനുണ്ട്. പക്ഷെ നല്ല ഫെസിലിറ്റി ഉണ്ട്, ചെരുപ്പ് വെക്കാൻ, വെള്ളം കുടിക്കാൻ, കാല് കഴുകാൻ, ടോയ്ലറ്റ്, എവറിത്തിങ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ക്യാമറ, പിന്നെ സെക്യൂരിറ്റി, എന്തെങ്കിലും ഫോൺ എടുത്താൽ വായിക്കിട്ട് കിട്ടും. മറ്റേ ക്യാമറ അവിടെ വെക്കേണ്ട സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. അമ്പലം ചെറുങ്ങനെ കാണുന്നുണ്ട്. അവിടെ എത്തിയ ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഇവിടുന്ന് അത്ര വലിയ ലൈറ്റ് ഇല്ല. പിന്നെ നല്ല രീതിയിൽ നല്ല ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് നല്ല ഗാർഡൻ, സ്വിമ്മിങ് പൂൾ പോലത്തെ എല്ലാം ഉണ്ട്. ഒരു വെറൈറ്റി, അമ്പലത്തിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കണ്ടതിൽ വെച്ച് കുറച്ച് വെറൈറ്റിയാണ് ഈ അമ്പലം. പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് എത്താൻ കുറേ ടൈം പിടിക്കും. പക്ഷെ ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ആ മൈൻഡിൽ പോയാലില്ലേ എത്തുന്നതേ നമുക്കറിയില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം കുറേ ടൈം പിടിക്കും, പക്ഷേ ഒരു വേറെ തന്നെ വൈബ്. അത് നിങ്ങൾ പോയിട്ടേ അറിയൂ, പറഞ്ഞിട്ട് ആ വൈബ് കിട്ടിയില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ബാംഗ്ലൂർ ഏറ്റവും വരുന്നുണ്ടെങ്കിലേ ഈ അമ്പലത്തിൽ എന്തായാലും പോകണുണ്ടാ. രാധാകൃഷ്ണ ടെമ്പിളാണ്. ഇതിന് വേറെ ഏതോ പേരിൽ പറയുന്നുണ്ട്, മറന്നുപോയി. ഒരു ഫേമസ് ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി. ഇത് ഉള്ളിലല്ല കേട്ടോ, ഇതിന് ഉള്ളിൽ പോകാനുണ്ട്. ആടെയൊന്നും ഫോൺ അലോഡല്ല. ഫോൺ അലോഡ് സ്കൈ വെക്കാം, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ ഒന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഉള്ളിലത്തെ വ്യൂസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പുറത്ത് പിന്നെ ഇവിടെ കുറേ ബുക്ക്, വിഗ്രഹം, അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് സ്വീറ്റ്സാണ്. എത്രയോ ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട്. അയ്യോ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ പൈസ കൊടുക്കണമെന്നേ ഇല്ലയോ. ഇതെല്ലാം വിഗ്രഹം ടൈപ്പ്, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ടൈപ്പ് ഫോട്ടോ, സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. എല്ലാ അമ്പലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. മെയിനായിട്ട് ഈ അമ്പലത്തിലുണ്ട്. തിയേറ്ററാണ്, ഇതാണ് തിയേറ്റർ. ഇവിടെ പോയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കഥയാണത് മെയിൻ. പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. മറ്റേ ഈ ബോക്സും ഉണ്ട് സ്വീറ്റ്സിൻ്റെ, അതും വാങ്ങിയിട്ട് പോവാം കേട്ടോ. സ്വീറ്റ്സിൻ്റെ ബോക്സും വാങ്ങിയിട്ട് പിന്നെ ഒരു ജിലേബി കഴിച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിമ്മിങ് പൂള്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്നത് ഈ മഞ്ഞ കളർ കാണുന്ന ഈ ചോറ് ടൈപ്പാണ്. ഇതിൻ്റെ പേര് കിച്ചടി സേവ, അങ്ങനത്തെ ഒന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രമേ ഇല്ലൂ അവിടെ ഫ്രീ ആയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ പൈസ കൊടുക്കണം. ചെരുപ്പ് വെക്കാൻ വരെ നമ്മൾ പൈസ കൊടുക്കണം. തിരിച്ച് പോകാനില്ല, വേഗം എത്തുന്നത്. വരുമ്പോഴാണ് കേട്ടോ നല്ലോണം ടൈം എടുക്കുന്നത്. ഇറങ്ങി പോകുമ്പോൾ വേഗം എത്തുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് കുറേ ചന്ത അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. കുറച്ച് സമയം നമ്മുടെ ആ വെയിറ്റെല്ലാം ചെയ്തിട്ടാണ് നമ്മളെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഇതാണ് മെയിനായിട്ട് പുറത്തത്തെ വ്യൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ പോകാനുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് അങ്ങനത്തെ എന്തോ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ നമ്മൾ ആടുന്ന് കഴിച്ചിട്ട് ഈ ഏരിയയിൽ കുറച്ച് നല്ലോണം റേറ്റാണ് എല്ലാത്തിനും. നമ്മളെ ഏരിയ ഉണ്ട് ജയനഗർ, ആടെ ചെറിയ പൈസയാണ്. എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതാണിത്. നമ്മളെ നാട്ടിലിത് എന്തോ ചറുമുറു അങ്ങനത്തെ ടൈപ്പാണ്. ഇവിടെ കുറച്ച് വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതും കഴിച്ചു. കുറേ നടക്കാനുണ്ട് നമ്മളെ പി ജിയിലേക്ക്. അങ്ങനെ നടന്ന് നമ്മളെ ചെറിയ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ടാറ്റാ ബൈ ബൈ.